സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കുന്നു. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 37 വാക്യം 1. ഹിസ്കിയ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടെടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 37 അധ്യായം 1 വാക്യത്തിൽ ശത്രുവിൻ്റെ ഭീഷണി കേട്ടപ്പോൾ ഹിസ്കിയ രാജാവ് ചെയ്ത ഒരു കാര്യമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. എന്തായിരുന്നു ശത്രുവിൻ്റെ ഭീഷണി? ഇത് നാം മനസ്സിലാക്കണമെങ്കിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 36 അധ്യായം വായിക്കണം. അവിടെ നാം കാണുന്നത് ഹിസ്കിയ രാജാവിൻ്റെ 14 ആണ്ടിൽ അശൂർ രാജാവായ സൻഹേരീബ് യഹൂദായിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്ന് അവയെ പിടിച്ചു. ഇവിടെ നാം വായിച്ചു കേട്ട വചനത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഹിസ്കിയ രാജാവിൻ്റെ ശത്രുവായി അശൂർ രാജാവായ സൻഹേരീബ് മാറുന്നു എന്നുള്ളതാണ്. ഈ അശൂർ രാജാവായ സൻഹേരീബ് തൻ്റെ ദേശത്തിലെ സർവ്വ സൈന്യത്തെയും ഒരുമിച്ച് കൂട്ടി ഇതാ ഇസ്രായേലിലെ യഹൂദായിലെ എല്ലാ ഉറപ്പുള്ള പട്ടണങ്ങളും നിരോധിക്കുകയാണ്, അഥവാ യുദ്ധത്തിന് പുറപ്പെട്ടു വന്നിരിക്കുകയാണ്. മനസ്സിലാക്കണം, ഈ സമയം ഇസ്രായേൽ ജനം ഒരു ചെറിയ സംഖ്യയിൽ മാത്രമാണുള്ളത്. എന്നാൽ അശൂർ ദേശവും അവനോടുകൂടെയുള്ള സർവ സൈന്യവും വളരെ വലിയ ഒരു സൈന്യമാണ്. ഒരു വലിയ സൈന്യം ഒരു ചെറിയ സൈന്യത്തിൻ്റെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു വന്നിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ ഹിസ്കിയ രാജാവ്, അദ്ദേഹം ഒരു ദൈവഭക്തനായിരുന്നത് കൊണ്ട് തന്നെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. അദ്ദേഹം ഈ ശത്രുവിൻ്റെ നിരോധനം, അഥവാ ഈ ശത്രുവിൻ്റെ ഭീഷണി, ഈ ശത്രുവിൻ്റെ ഉപരോധം, ഇത് ദേശത്തിന് നേരെ ഉണ്ടായപ്പോൾ ആദ്യം ചെയ്തത് നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവചനം 37:1 എഴുതിയിരിക്കുകയാണ്. അദ്ദേഹം ദേവാലയത്തിൽ ചെന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ സഹായത്തിനായി അഭ്യർത്ഥിക്കുകയാണ്. ഇത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 37:2 മുതൽ താഴോട്ടുള്ള വചനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 14 വാക്യത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 37:14 ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി. എന്താണ് വിടർത്തിയത്? ശത്രുവിൻ്റെ ഭീഷണിക്കത്ത്. ശത്രുവിൻ്റെ ഭീഷണിക്കത്ത് കൊണ്ടുപോയി ദൈവാലയത്തിൽ അത് വിടർത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവസന്നിധിയിൽ അത് വിടർത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഹിസ്കിയാവ് തൻ്റെ ശത്രുക്കൾ നിമിത്തം തന്നെയും തൻ്റെ ദേശത്തെയും അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കുവാനും വന്ന ശത്രു സൈന്യത്തെ നശിപ്പിക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്, ദൈവത്തിൽ ശരണപ്പെടുകയാണ്, ദൈവത്തിൻ്റെ സഹായം തേടുകയാണ്. ദൈവത്തിൻ്റെ സഹായം തേടിയ ഹിസ്കിയ രാജാവിന് വലിയ ദൈവസഹായം ലഭിച്ചു എന്നാണ് നാം കാണുന്നത്. അഥവാ ദൈവം ഹിസ്കിയ രാജാവിന് വേണ്ടി വലിയ അത്ഭുതം പ്രവർത്തിച്ചു. ഇസ്രായേൽ സൈന്യത്തിന് യുദ്ധം ആവശ്യമില്ലാതെ വണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു എന്നാണ് നാം കാണുന്നത്. ദൈവത്തിൻ്റെ സൈന്യം പുറപ്പെട്ട്, അഥവാ ദൈവത്തിൻ്റെ മാലാഖമാർ പുറപ്പെട്ട്, ദൈവത്തിൻ്റെ ദൂതന്മാർ പുറപ്പെട്ട് ഈ അശൂർ രാജാവായ
സൻഹരീബിൻ്റെ സൈന്യത്തെ നശിപ്പിക്കുകയും ഇസ്രായേലിന് വലിയൊരു വിടുതൽ നൽകുകയും ചെയ്തു. അതേ പ്രിയമുള്ളവരെ, നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മുടെ ശത്രുക്കൾ നിമിത്തം, നമ്മുടെ ഭീഷണികൾ നിമിത്തം, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഇതെല്ലാം ഹിസ്കിയാവിനെ പോലെ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുപോയി അതിനെ വിടർത്തിയാൽ അഥവാ സമർപ്പിച്ചാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാനിടയാകും. ആമേൻ, ആമേൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരീരും ബാണിയിൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. കാരീരും ബാണിയിൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ.